എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, ആ ക്രൂശിലെ യാഗത്താല് ദൈവത്തിന് മനുഷ്യനോട് ശത്രുത്വം എന്ന തിരശ്ശീല കീറിപ്പോയി, ഇല്ലയോ? ആ മനുഷ്യൻ പാപം ചെയ്ത നാളിൽ ദൈവമാണ് ഈ തിരശ്ശീല തൂക്കിയത്. പണ്ടവർ മരുഭൂമിയിൽ കൂടെ കടന്നു വരുമ്പോൾ സമാഗമന കൂടാരമുണ്ടാക്കി. അതിനുശേഷം ശലോമോൻ മുഖാന്തരം ദൈവാലയം സൃഷ്ടിച്ചു. എന്നാൽ ഇവിടെ എല്ലാം എന്താണ്? അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ തിരശ്ശീല കൊണ്ട് മൂടിയിരുന്നു. ആ ശലോമോന്റെ ശലോമോന്റെ ആ ആലയം പണിയുമ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ 4 ഇഞ്ച് കനമുള്ള ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു കട്ടൻ, ഒരു തിരശ്ശീല തൂക്കി. എന്താണെന്നറിയാമോ? ദൈവം പരിശുദ്ധനും നമ്മൾ പാപികളുമാണ്. പാപികളായിരിക്കും നമുക്ക് പരിശുദ്ധനായിരിക്കും ദൈവമായിട്ട് ഒരു ബന്ധവും ഉടമ്പടിയുമില്ല. ദൈവവും നമ്മളെ ശത്രുത്വമാണ് ഈ തിരശ്ശീല. ഞാൻ കഴിഞ്ഞതാണ് പ്രസംഗിച്ചത്, വീണ്ടും ഏറ്റു പറയുന്നു. ആ ശലോമോന് ആ മനോഹരമായിരിക്കുന്ന ആലയം പണിഞ്ഞിട്ട് ടൺ കണക്കിന് സ്വർണവും വൈഡൂര്യവും രക്തങ്ങളും മരതകവും മറ്റു വിധമായിരിക്കുന്ന സരളവൃക്ഷങ്ങൾ കൊണ്ടും ചന്ദനം കൊണ്ടും ഒക്കെ പണി തീർത്ത ആ മനോഹരമായിരിക്കുന്ന ആലയത്തില് അതിവിശുദ്ധ സ്ഥലത്തെ പ്രദർശിച്ചിട്ട് അതിനു മുമ്പിൽ 4 ഇഞ്ച് കനമുള്ള ഈ കട്ടം തൂക്കേണ്ടി വന്നു. കാരണം എന്താണ്? ഒരു പാപിക്കും അവിടേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തന്നെ ഭയന്നും വിറച്ചും ശുദ്ധീകരണം ചെയ്തും തന്നെത്താൻ ശുദ്ധീകരിച്ചുമല്ലാതെ അവിടെ കയറുവാനൊക്കത്തില്ല, മരണഭീതി കൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് മനുഷ്യന്റെ യാഗത്തിന് വേണ്ടി 1,30,000 ആട്ടുകൊറ്റന്മാരെ അറുത്തത് അവിടെ എന്താണ്? അതിന്റെ രക്തം അവിടുത്തെ ആ യാഗപീഠത്തിൽ തൂവി. പക്ഷേ കട്ടം കീറിയില്ല. പ്രിയപ്പെട്ട 20,000 കാളകളെ അറുത്തു, കട്ടം കീറിയില്ല. മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് മറ്റ് പക്ഷികളെ എന്താണ്? കഴുത്ത് വിരിച്ചൊടിച്ച് അതിന്റെ രക്തം എന്താണ്? യാഗപീഠത്തിൽ ഒഴിച്ചു, കട്ടം കീറിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ 4 ഇഞ്ച് കനമുള്ള, ആർക്കും കൈ കൊണ്ട് കീറുവാൻ സാധ്യമല്ലാത്ത ആ കനമേറിയ കട്ടന് ആ തിരശ്ശീല മുകൾ തൊട്ട് താഴെ വരെ കീറിക്കളഞ്ഞുകൊണ്ട് ഏത് പാപിക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. ഇതാകുന്നു പുതിയ നിയമം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രവൃത്തി കൂടാതെ തന്നെ, പ്രവർത്തിക്കാതെ തന്നെ അഭക്തനെ നീതീകരിക്കുന്ന ദൈവകൃപ, പ്രവൃത്തി കൂടാതെ മനുഷ്യനെ പാപികളെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ, നമുക്ക് വേണ്ടി സകല പ്രവൃത്തികളും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ചു. ആ കട്ടൻ കീറിയപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, നിവർത്തിയായി. പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിന്റെ നിന്റെ മുഖത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതിന് തടസ്സമായിരിക്കുന്ന പാപത്തിന്റെ തിരശ്ശീല ഞാൻ കീറിക്കളഞ്ഞിരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന തിരശ്ശീല കീറിക്കളഞ്ഞ് ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുവാൻ ദൈവം ജീവന്റെ പുതുവഴി തുറന്നിരിക്കുന്നു.